നമസ്കാരം. നാട്ടരങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത കലാകാരൻ, പരിചമുട്ടു കളിക്കാരൻ പനമണ്ണ മുത്തു ആശാനാണ്. നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ചും പരിചമുട്ടു കളിയുടെ വിശേഷങ്ങളെക്കുറിച്ചും. സാർ, സ്വാഗതം നാട്ടരങ്ങിലേക്ക്. പരിചമുട്ടു കളി ഒരു പാരമ്പര്യ കലാരൂപമാണോ? പാരമ്പര്യ കലാരൂപമാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തരാമോ? മുൻകാലങ്ങളിൽ ചേകവർ വംശത്തിൽപ്പെട്ടവരാണ് ഈ പരിചമുട്ടുകളി നടത്തിയിരുന്നത്. അത് ചേകവർ ആദ്യം കളരിപ്പയറ്റാണ് ഉണ്ടായിരുന്നത്. ആ കളരിപ്പയറ്റ് നിന്ന് വേർതിരിച്ചിട്ട് ഒരു കളി ഉണ്ടാക്കിയതാണ് ചേകവന്മാർ, ഈ പരിചമുട്ടുകളി. പരിചമുട്ടുകളി ഒരു സാമുദായിക കലാരൂപമാണോ? അത് സമുദായമല കലയാണ്. അത് ഏത് സമുദായമാണ്? അതായത് ഈ തീയർ സമുദായം, ഇഴുവർ സമുദായം, തണ്ടാൻ സമുദായം, ഇങ്ങനെയുള്ള സമുദായത്തിൽപ്പെട്ടതാണ് ഈ പരിചമുട്ടുകളി. ഈ കലാരൂപത്തിന് പരിചമുട്ടുകളി എന്ന പേര് എങ്ങനെയാണ് വന്നത്? പരിചമുട്ടുകളി എന്ന് പേര് വരാൻ കാരണം കനം കുറഞ്ഞ മുരുക്കും തടി കൊണ്ട് നിർമ്മിച്ചതാണ് പരിചയും വാളും. വാളും പരിചയം അല്ലാതെ മറ്റേതൊക്കെ വാദ്യോപകരണങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്? വാളും പരിചയം അല്ലാതെ ഏലത്താളം ഇതിന് അത്യാവശ്യമാണ്. ഏലത്താളാണ് ഈ കളി നിയന്ത്രിക്കുന്നത്. തുടക്കത്തിൽ അടഞ്ഞ ശബ്ദത്തോടു കൂടി ഏലത്താളം, പിന്നെ തുറന്ന ശബ്ദത്തോടു കൂടി കളി മൂർധനിയിലെത്തുമ്പോൾ അങ്ങനെ ധൃതി കലാശത്തിൽ അവസാനിക്കുന്നു. അതാണ് പരിചമുട്ടുകളുടെ തുടക്കം എങ്ങനെയാണ്? പാട്ട് പാടിക്കൊണ്ടാണോ അതോ വാദ്യോപകരണങ്ങളിലൂടെയാണോ? നമ്മൾ പരിചമുട്ടുകളുടെ തുടക്കം കത്തിച്ച നിലവിളക്കിൻ്റെ ചുറ്റും നിന്ന് ഗണപതി സരസ്വതി വന്ദനം ചൊല്ലിയാണ് പാട്ട് ആരംഭിക്കുന്നത്. ഒരു പാട്ട് പാടി തീരാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 20 മിനിറ്റ് വരും. ഏതൊക്കെ കഥകളാണ് പാട്ടായിട്ട് പരിചമുട്ടുകളിക്ക് ഉപയോഗിക്കുന്നത്? രാമായണം, ഭാരതം, ഭാഗവതം എന്നീ പുരാണ കഥകളിലെ പ്രധാന വരികളാണ് പാടാൻ ഉപയോഗിക്കുന്നത്. ഒരു കളി സംഘത്തിലെ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതും എത്ര പേരുണ്ടാവും? ഏറ്റവും കുറഞ്ഞത് ഒരു 8 പേരെങ്കിലും വേണം. പിന്നെ അവിടുന്ന് 10-12 പേരാവാം. പരിചമുട്ടുകളിയുടെ ചുവടുകളുടെ താളക്രമം എങ്ങനെയാണ്? പരിചമുട്ടുകളിയുടെ ചുവട് 3 തരത്തിലാണ് താളത്തിൻ്റെ പാട്ടിൻ്റെ രീതി. അതായത് ചെറിയ പാട്ട്, വലിയ പാട്ട് എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ താളത്തിൻ്റെ ക്രമം.
എത്ര ചുവടുകൾ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്? കളിയുടെ ചുവട് ഇരുന്ന് മുട്ട്, നടന്ന മുട്ട്, തിരിഞ്ഞു മുട്ട്, കൊക്കി ചുവട്, മദ്ദളത്താരി എന്നിങ്ങനെ പലതരത്തിലുള്ള ചുവടുകളുണ്ട്. ഏത് പ്രായം മുതലാണ് ഈ കല അഭ്യസിച്ച് വരുന്നത്? അത് എത്ര കാലം എടുക്കുന്നത് പഠിച്ചു കഴിഞ്ഞ്? ചെറുപ്രായം എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിലൊക്കെ നമ്മളിത് പരിശീലിക്കണം. നല്ല മെയ്വഴക്കം വേണം ഈ കലയ്ക്ക്. അങ്ങനെ മാക്സിമം ഈ പരിചമുട്ടുകളി പഠിച്ചെടുക്കാൻ നല്ല താളബോധമുള്ള കുട്ടികളാണിച്ചാലും 1 വർഷം കൊണ്ട് വരും. ആശാൻ ഏത് പ്രായത്തിലാണ് ഈ രംഗത്തേക്ക് വന്നത്? ഞാൻ 10 വയസ്സിലാണ് ഞാൻ കളി പഠിച്ചത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് എൻ്റെ ആശാന്മാരുടെ കൂടെ പണ്ടൊക്കെ തുലാമാസം മകരത്തിൽ ഇങ്ങനെയൊക്കെയാണ് കല്യാണങ്ങൾ ഉണ്ടാവുക. ആ കല്യാണത്തിനൊക്കെ ഈ കളി നിർബന്ധമായിരുന്നു. സാമുദായിക കല്യാണങ്ങൾക്കാണോ അതോ മറ്റു സമുദായങ്ങളിലെ കല്യാണങ്ങൾക്കും ഉണ്ടായിരുന്നു? അല്ല, ആദ്യം പറഞ്ഞ മാതിരി ഈ തണ്ടാൻ സമുദായം, ഇഴുവർ സമുദായം, തീയർ സമുദായം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കല്യാണത്തിനാണ് പരിചമുട്ട് കളി ഉണ്ടായിരുന്നത്. പിന്നെ അവർണജാതിക്കാരുടെ വിവാഹവേദികളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. കല അഭ്യസിപ്പിച്ച ഗുരുനാഥന്മാർ ആരൊക്കെയാണ്? പനമണ്ണ പൂപ്പറമ്പിൽ നാരായണനാശാൻ, പനമണ്ണ പയർതൊടി പഞ്ഞുആശാൻ, കുറ്റിക്കോട് കുളമുള്ളി അപ്പു ആശാൻ. ഈ 3 ആശാന്മാരിൽ നിന്നാണ് ഈ പരിചമുട്ടും കളി പഠിച്ചത്. മുത്തുആശാൻ്റെ ശിക്ഷണത്തിൽ ഏകദേശം എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട്? സ്കൂൾ കലോത്സവത്തിലും അതുമാതിരി നാട്ടിൻ പുറങ്ങളിലും കുട്ടികളെ പഠിപ്പിച്ച കണക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഒരു 300-ൽ പരം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുമായിട്ട് കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് എ ഗ്രേഡൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ജില്ലയിലേക്കൊക്കെ സംസ്ഥാന തലത്തിലേക്ക് പോവാറില്ല. അതിനുള്ള കാരണം നമ്മുടെ ഈ ഭാഗത്ത് ഉള്ള പരിചമുട്ട് കളിയല്ല ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാലുള്ളത്. നമ്മൾ കളിയുടെ തുടക്കം കത്തിച്ച നിലവിളക്കിൻ്റെ ചുറ്റും നിന്ന് ഗണപതി സരസ്വതി വന്ദനം ചൊല്ലി പാട്ട് തുടങ്ങുന്നു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ടുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നത് അവർ പരിചയമേ വെട്ടും തടയും കളരിപ്പയറ്റിന് സാമ്യമായിട്ടുള്ള കലയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ജഡ്ജസ് ഇതന്നെയാണ് പരിചയമുട്ട് കളി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്റ്റേറ്റിലേക്ക് അവസരം കൊടുക്കും. നമ്മൾ നിരാശപ്പെട്ടു പോരലാണ് പതിവ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ പരിച മുട്ടുകളിയാണ്, ശരീരത്തിൻ്റെ പല ഭാഗത്തും മുട്ടി കളിക്കുകയാണ് പരിച മുട്ട്. അവർ കളരി പയറ്റിൻ്റെ സ്വഭാവത്തിൽ പരിചയമ വെട്ടും തടയിലും തല കുത്തി മറിച്ചിലും അങ്ങനെയുള്ള അഭ്യാസം അങ്ങനെയാണ്.
വീണതകതാദീനായി ഞങ്ങളിതാ നേരം കൂമ്പിടുന്ന വീണതകതൈ വീണതകതാ രാമദേവൻ തൻ്റെ കഥ ചർച്ചയായി പാടുന്നുണ്ട് വീണതകതൈ വീണതിമിത ചർച്ചയായി വരുമെന്ന് ഓർത്തിട്ട അല്ല പാടുന്നത് വീണതിമിതൈ വീണതികത ഭഗവാനും ലക്ഷ്മണനും ഇപ്പോൾ ഈ പ്രായത്തിൽ മുത്തശ്ശൻ പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നുണ്ടോ? ഇപ്പോഴും പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഈ ഓണം തിരുവോണം ദിവസം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാന ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ തിരുവനന്തപുരത്ത് കളിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇപ്പോൾ എവിടെയാണ് കളിച്ചത്? ഇപ്പോൾ നമ്മൾ അവസാനം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നെ പല ഭാഗത്തും കളിച്ചിട്ടുണ്ട്. മനസിങ്കൽ തോന്നിക്കല്ലേ ഈ കളി സർക്കാർ തലത്തിൽ അംഗീകരിച്ചതാണോ? പോപ്പുലർ അവാർഡ് ഉണ്ടോ? ഫോക്ലോർ അക്കാദമിയിൽ അംഗീകാരമുള്ളതാണ്. അംഗീകാരമുണ്ട്. ആ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പരമണ്ണ പരിചമുട്ടുകളി സംഘം എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. 2017 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2021 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2026 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു 10-30 പരം അവാർഡുകളും ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കലാരൂപത്തെ പരിപോഷിപ്പിക്കുന്നതിനായി എന്ത് നടപടി ഉണ്ടാവണമെന്നാണ് അച്ഛന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പരിചമുട്ടുകളി പഠിച്ചിട്ട് പല വേദികളും കിട്ടിയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വല്ലപ്പോഴും വിളിക്കും. പിന്നെ കല്യാണങ്ങൾക്കില്ല, വല്ല പുരാഘോഷങ്ങൾക്കോ ഇങ്ങനെ സർപ്പം തുള്ളലിനോ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കല ഒരു ഉപജീവന മാർഗമായിട്ട് നടന്നിരുന്നതാണ്. ഇപ്പോൾ വളരെ പരാജയത്തിലാണ്. രാമദേവൻ തൻ്റെ പാടുന്നുണ്ട്. ഈ കല്യാണ വീടുകളിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കലയെ മാറ്റി നിർത്തപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം? അത് ഇപ്പോഴത്തെ മുമ്പുള്ള കല്യാണങ്ങളും ഇപ്പോഴത്തെ ആയിട്ട് പരിഷ്കരിച്ചല്ലോ, അതിനെ പുതിയ അപ്പോൾ ഈ പരിചമുട്ട് കളി ആരും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ തലമുറ. അതാണ് അങ്ങനെ വരാൻ കാരണം. മുൻകാലങ്ങളിൽ ഉള്ള കല്യാണം വധുവിൻ്റെ വീട്ടിൽ രാത്രി, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വരൻ്റെ വീട്ടിലും. അങ്ങനെ ഇവിടുന്നൊക്കെ പണ്ടൊക്കെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നടന്നു പോക്കാണ്. പാട്ടുപാടി കളിച്ച് നടന്നു പോവുകയാണ്. ചെക്കനെ പുറപ്പെടുവിപ്പിച്ച്
വധുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് പിന്നെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താലിമാല കെട്ടി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കളിയായി. കളി നമ്മൾ അവിടെ കളിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രദേശത്തുള്ള കളിക്കാരും വന്ന് കളിക്കാൻ കൂടും. അന്ന് അങ്ങനെയാണ്, എല്ലാവരും കളി അറിയണമെന്നുണ്ട്. അപ്പോൾ ഒരു മത്സരക്കളി നടക്കും അവിടെ. ചോദ്യോത്തരങ്ങളുണ്ടാവും. നമ്മളെക്കായി മുന്തി നിൽക്കണം അവർക്ക് എന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു മത്സരക്കളിയൊക്കെ ഉണ്ടാവാറുണ്ട്. തുടക്കത്തിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ മത്സരമാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ 2 ടീമും ഉണ്ടാവുമ്പോൾ വീട്ടുടമസ്ഥൻ എന്ത് ചെയ്യിച്ചാൽ കളി പന്തലിലൊരു പഴക്കൊല കെട്ടിത്തൂക്കും. ഇത് കളിച്ച് വിജയിച്ച ആൾക്കുള്ളതാണ് ഈ പഴക്കൊല. അങ്ങനെ വിജയിച്ച് ഉള്ള ആളാണ് ആ പഴക്കൊല കൊണ്ടുവരിക. അങ്ങനെ അവിടുന്ന് കല്യാണം പിറ്റേസര ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഈ വധുവിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിനുള്ളൊരു പാട്ട് പാടും ആ വിഷമം തീരാനായിട്ട്. അങ്ങനെ ആണ് ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ അതേ പ്രകാരം തന്നെ വരൻ്റെ വീട്ടിലും ഈ ചടങ്ങുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ പഴക്കൊല നമ്മൾ പിന്നെ കെട്ടി അത് അഴിച്ചു, വിജയിച്ച ആൾക്കാർ അഴിച്ചു കൊടുന്നു. അപ്പോൾ തന്നെ ഒരു പൊലിപ്പാട്ട് പാടും. അപ്പോൾ കാണികളും വീട്ടിലുടമസ്ഥനും ബന്ധു ബന്ധുവൊക്കെ ഓണപ്പട പൈസയൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം എന്താണ് ഈ കലാരൂപത്തിൻ്റെ അവസ്ഥ? പുതിയ തലമുറ ഇതിലേക്ക് വരണം എന്നുള്ളതാണോ ആശാൻ്റെ ആഗ്രഹം? പുതിയ തലമുറ വരാൻ താല്പര്യം ഒക്കെ ഉണ്ട്, കുറച്ച് അപൂർവമേ ഉള്ളൂ. മുമ്പേത്തെ മാതിരി അല്ല. ഇപ്പോൾ നാടൻ കലകൾക്കൊന്നും ഇപ്പോഴത്തെ തലമുറ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്നുള്ളൊരു ഇത് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മളൊപ്പം പരിചയമുട്ടുകളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച പരമണ്ണ ആശാന് നന്ദി. നമസ്കാരം. അടുത്ത അധ്യായത്തിൽ അടുത്ത ഒരു കലാരൂപമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.